മുക്കത്ത് 2.8 കിലോഗ്രാം MDMA-യുമായി പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട സംഭവത്തിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനായില്ല. അതിനിടെ അന്വേഷണത്തിനായി തിരുവമ്പാടി SI ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ പോലീസ് സംഘം കൂടി വഡോദരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുക്കത്ത് 2.8 കിലോഗ്രാം MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനിടെ അന്വേഷണത്തിനായി തിരുവമ്പാടി SI ജിതേഷിന്റെ നേതൃത്വത്തിൽ 3-അംഗ പോലീസ് സംഘം വഡോദരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പ്രതിക്കൊപ്പമുണ്ടായിരുന്ന 6-അംഗ സംഘം സ്ഥലത്ത് തുടരുകയാണ്. ഇവിടെ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ പ്രതി ഡൽഹിയിലേക്ക് കടന്നിരിക്കാമെന്ന സാധ്യത പരിഗണിച്ച് അന്വേഷണം ഡൽഹിയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. സംഭവത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും സംഘം തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും സാധിച്ചിട്ടില്ല. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫയാണ് ഗുജറാത്തിലെ വഡോദര സമീപത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് മുഹമ്മദ് ഹനീഫയെയും ബേപ്പൂർ സ്വദേശി റൈഹാനത്തിനെയും രണ്ടിടങ്ങളിൽ നിന്നായി 2.8 കിലോഗ്രാം MDMA-യുമായി പിടികൂടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹിയിൽ നിന്നാണ് ഇരുവരും MDMA എത്തിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പിനായി സംഘം പ്രതിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. മുഖ്യ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പേരടങ്ങിയ പോലീസ് സംഘമാണ് രാജധാനി എക്സ്പ്രസിൽ പ്രതിയുമായി കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. പ്രതിയെ കൈവിലങ്ങണിയിച്ചായിരുന്നു കൊണ്ടുപോയിരുന്നത്. രാത്രി 11:30-ഓടെ പ്രതി ബാത്റൂമിൽ പോകാനുണ്ടെന്ന് കൂടെയുണ്ടായിരുന്ന പോലീസുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 2 പോലീസുകാർ പ്രതിയെ കമ്പാർട്ട്മെൻറ്റിലെ ശൗചാലയത്തിന് അടുത്തേക്ക് കൊണ്ടുപോയി. ഈ സമയം പോലീസുകാരെ തട്ടിയിട്ട് പ്രതി തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടുകയായിരുന്നു. പോലീസുകാർ പ്രതിയെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. നിമിഷങ്ങൾക്കകം ട്രെയിൻ വഡോദര റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്തു. ഈ സമയം പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പോലീസ് സംഘം പറയുന്നത്. കാലി വ്യാപാരത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്നിറങ്ങുന്ന മുഹമ്മദ് ഹനീഫ റൈഹാനത്തിനൊപ്പം വിമാനമാർഗം ഡൽഹിയിലെത്തിയാണ് MDMA വാങ്ങിയിരുന്നത്. കിലോ കണക്കിനുള്ള MDMA റൈഹാനത്തിൻ്റെ കൈവശം നൽകി ട്രെയിനിൽ കേരളത്തിലേക്ക് കയറ്റിവിടും. ട്രെയിൻ കോഴിക്കോടെത്തുമ്പോഴേക്കും വിമാനമാർഗം കേരളത്തിലെത്തുന്ന ഹനീഫ റൈഹാനത്തിനെ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ് പതിവ്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇയാൾ 3 തവണ ഡൽഹി യാത്ര നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.